ന്യൂസിലാൻഡുമായിട്ടുള്ള 4-ാം T20 മത്സരത്തിലും അമ്പേ പരാജയമായിരിക്കുകയാണ് കേട്ടോ സഞ്ജു സാംസൺ. ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലാൻഡിന് ഡെവൻ കോൺവേയും അതേപോലെ തന്നെ സീഫോർട്ടും ചേർന്നിട്ട് നല്ല തുടക്കം തന്നെ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 8 ഓവറിൽ 100 റൺസ് രണ്ടുപേരും കൂടി അടിച്ചു കൂട്ടിയിട്ടാണ്. എന്നാൽ അതിനുശേഷം സംഭവിച്ചത് മൊത്തം ന്യൂസിലാൻഡിന് ഓപ്പോസിറ്റ് ആയിരുന്നു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിലായിട്ട് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. അതോടുകൂടിയിട്ട് ഈ ന്യൂസിലാൻഡിൻ്റെ റൺസ് സ്കോറിങ് വളരെ സ്ലോ ആയി. എന്നിരുന്നാൽ തന്നെ അവസാന ഓവറുകളിൽ കൂറ്റനടിക്കായിട്ട് മിച്ചലിലും കൂടിയിട്ട് അവിടെ എത്തിയതോടു കൂടിയിട്ട് ന്യൂസിലാൻഡ് 20 ഓവറിൽ 215 എന്ന് പറഞ്ഞ അത്യാവശ്യം മോശമല്ലാത്ത ഒരു സ്കോറിൽ എത്തിപ്പെട്ടു കേട്ടോ. ന്യൂസിലാൻഡിനായിട്ട് ഡെവൻ കോൺവേ 44, സീഫോർട്ട് 62, മിച്ചല് 39 റൺസ് എടുത്തു കേട്ടോ. ഇവരുടെ സ്കോറിൻ്റെ മികവിലായിരുന്നു 215 എന്ന് പറഞ്ഞൊരു കൂറ്റൻ സ്കോർ എത്തിയത്. എന്നാൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സ്കോറല്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കളികളെ വെച്ച് നോക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ചേസ് ചെയ്യും എന്നുള്ളൊരു ഘട്ടത്തിലായിരുന്നു ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ ഫസ്റ്റ് ബോളിൽ തന്നെ അഭിഷേക് ശർമ്മ ഡക്കായിട്ട് മടങ്ങുകയും ചെയ്തു. അതോടുകൂടിയിട്ട് ഉത്തരവാദിത്തം മൊത്തം സഞ്ജു സാംസന്റെ കയ്യിലായിട്ടാണ്. എന്നാൽ സൂര്യകുമാർ യാദവുമായിട്ട് ചേർന്നിട്ടൊരു നല്ല പാർട്ട്ണർഷിപ്പ് പടുത്തുയർക്കും എന്ന് പറഞ്ഞിട്ട് നിന്ന ഘട്ടത്തിൽ സൂര്യകുമാർ യാദവ് തൊട്ടടുത്ത ഓവറിൽ തന്നെ മടങ്ങി. 9-ന് 2 വിക്കറ്റ് എന്നുള്ള നിലയിലായി ഇന്ത്യ. അതോടുകൂടിയിട്ട് പലരുടെയും പ്രതീക്ഷ ഇത് സഞ്ജുവിൻ്റെ തിരിച്ചു വരവായിരിക്കും, സഞ്ജു എന്തായാലും ഈ കളി ജയിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ സ്കോർ 55-ൽ നിൽക്കുന്ന സമയത്ത് 24 റൺസ് എടുത്തിട്ട് സഞ്ജു മടങ്ങി. 15 ബോളിലായിരുന്നു 24 റൺസ് എടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് അത് മുതലാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല അവസരങ്ങൾ ഇനി കരിയറിൽ കിട്ടും എന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം സഞ്ജുവിന് വേണ്ടിയിട്ടൊരു പൊസിഷൻ അവിടെ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോകകപ്പിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യ റിസ്ക് എടുത്തിട്ട് സഞ്ജുവിനെ തന്നെ ഇറക്കോ എന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം അപ്പുറത്ത് ഒരു ബാക്കപ്പ് കീപ്പറായിട്ട് വന്നിട്ടുള്ള ഇഷാൻ കിഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നടക്കുന്ന T20 മത്സരത്തിൽ നിന്നും ഇഷാൻ കിഷാനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിക്ക് കാരണമാണ് ടീമിൽ നിന്നും മാറ്റി നിർത്തിയെന്നാണ് സൂര്യകുമാർ യാദവ് ടോസിന് ശേഷം പറഞ്ഞത്. പക്ഷെ അത് പരിക്ക് കാരണമല്ല, സഞ്ജു സാംസന് വേണ്ടിയിട്ടാണ് ടീമിൽ നിന്നും മാറ്റി നിർത്തി എന്ന് ഒരുപാട് ട്രോളുകൾ വന്നു തുടങ്ങി. പരിക്കുകൾ കാരണം ടീമിൽ നിന്നും മാറിയ തിലകിന് പകരമായിരുന്നു പ്ലേയിങ് 11-ൽ ഇഷാൻ കിഷാൻ എത്തുന്നത് കേട്ടോ. പക്ഷേ ഇഷാൻ കിഷാൻ പ്ലേയിങ് 11-ൽ എത്തുമ്പോഴും ഒരിക്കലും ആ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ആ ഒരു പൊസിഷൻ എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇഷാൻ കിഷാൻ്റെ ബാറ്റിങ് തുറന്നുകൊണ്ടിരിക്കുന്നത്. 2 ഇന്നിങ്സ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുകയും ഒരു ഇന്നിങ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇഷാൻ കിഷാനെ ലോകകപ്പ് 11-ൽ നിന്നും ഒഴിവാക്കി നിർത്തുക എന്ന് പറഞ്ഞത് ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ റിസ്ക് ഏകുന്നൊരു കാര്യമാണ്. അപ്പോൾ തിലക് വർമ്മ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ തിലക് വർമ്മനെ പ്ലേയിങ് 11-ൽ കൊണ്ടുവരുമോ അതോ സഞ്ജു സാംസനെ മാറ്റിയിട്ട് തിലക് വർമ്മനെയും ഇഷാൻ കിഷാനെയും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുമോ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. എന്തായാലും അതിനു മുൻപ് 2 സന്നാഹ മത്സരങ്ങളും നടക്കുന്നുണ്ട്. ആ 2 സന്നാഹ മത്സരങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടായിരിക്കും പ്ലേയിങ് 11 ആയിട്ടുള്ള ലോകകപ്പ് ടീമിൽ എന്തായാലും ടീം സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ.